നമ്മൾ ചായ കുടിക്കാൻ പോവാണ്. ഫസ്റ്റ് ഡേ ആണ്. നമ്മൾ വന്നു, പുത്രജയൊക്കെ കണ്ടു, ഇറങ്ങി, അടുത്ത് ഒന്ന് ഉറങ്ങി. 3 o'clock ആയിരുന്നു ചെക്കിൻ. 2:30 ഒക്കെ ആയപ്പോൾ നമുക്ക് റൂം ആയിട്ടോ. എന്നിട്ട് ഒരു ഉറക്കമൊക്കെ ഉറങ്ങി. എനിക്ക് കുറച്ച് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു, അതെല്ലാം ചെയ്തു. എന്നിട്ട് നമ്മൾ ചായക്കൊക്കെ ദാരിദ്ര്യം കേട്ടോ, ചായ കുടിക്കാനായിട്ട് ഇറങ്ങി. എന്നിട്ട് 8 മണിയാകുമ്പോൾ വീണ്ടും പുള്ളിക്കാരൻ ഡ്രൈവർ എത്താമെന്ന് പറഞ്ഞു. അടുത്ത ഫുഡ് സ്ട്രീറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. ഞാൻ അതിന് പോകണം. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. ഫസ്റ്റ് ഫ്ലോർ എത്തി. ബാ. പിന്നെ ഫ്രണ്ട്സ്, എൻ്റെ അമ്മയുടെ ഡിഫറൻസ് അല്ല അവൾ പറയുന്നത്. അവളെ ഹെയർ സ്റ്റൈൽ ഞാൻ കോപ്പി ചെയ്തു. പിന്നെന്തോന്ന്, അവളെ സോക്സ് ഞാൻ അടിച്ചു മാറ്റി എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറയാനായിട്ടാ. അപ്പോൾ അതുകൊണ്ട് അവൾക്ക് അസൂയ, അവളെ പോലെ ഞാൻ ആയി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇനി ചായക്കട അന്വേഷിച്ച് നടക്കാം. നമുക്കിവിടെ ചോദിച്ചു നോക്കാം. 7-Eleven പോയി നോക്കാം. അവിടെ ഒരു അത്യാവശ്യം നല്ല സ്റ്റോറാണ്. ചീമൻ പറഞ്ഞു അവിടെയൊക്കെ അവൾ പുറത്തൊക്കെ നിന്ന് പഠിച്ചിട്ടല്ലേ. ഇപ്പോൾ 7-Eleven പറ്റി പറഞ്ഞ് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു ഷോപ്പിംഗ് മോളാണ്. ഇപ്പോൾ ഏട്ടൻ വൈകിട്ട് പോയിട്ട് ഷോപ്പിംഗ് മോളല്ലേ, ഷോപ്പിംഗ് മോളാണ്. ഇവിടെ ഉള്ള ആൾക്കാരോട് അവർക്ക് മലയാളം അറിയില്ല, ഇംഗ്ലീഷും അറിയില്ല, ഹിന്ദി അറിയില്ല. അവർക്ക് മലേഷ്യൻ ലാംഗ്വേജ് മാത്രമേ അറിയാവൂ തോന്നുന്നു. അപ്പോൾ നമുക്കൊന്നും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാവുന്നില്ല, അവർ പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല. ടീ സ്റ്റോൾ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് പോലും അവർക്ക് മനസ്സിലാവുന്നില്ല. ടീ സ്റ്റോളോ എന്താ ടീ സ്റ്റോൾ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ടീ ഉണ്ട്, അവരുടെ ഹോട്ടലുണ്ട്. അവിടുത്തെ ടീക്ക് 250 rupees ആട്ടോ ഒരു ചായക്ക് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കി നടക്കുന്നതാണ്. അവിടെ ഒന്ന് പോയി നോക്കാം. ഇല്ലെങ്കിൽ കുഞ്ഞു കടകളൊക്കെ ഇവിടെ അടുത്തുണ്ട്, നമുക്ക് അവിടെ എവിടെയെങ്കിലും പോയി നോക്കാം. അത് നമ്മുടെ ഹോട്ടലിൽ നിന്ന് ദേ അലിബാബ ഇവിടെ കേട്ടോ, തൊട്ടടുത്താണ്. നല്ല കിടിലൻ ഫുഡാട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വേദ എയർപോർട്ടിൽ നിന്ന് തുടങ്ങിയ ബഹളം നമുക്ക് 7-Eleven കയറണം, സ്ലർപ്പി കഴിക്കണം, ഡ്രിങ്ക് കുടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാട്ടോ വേദ. എയർപോർട്ടിലുണ്ടായിരുന്നു. അപ്പോൾ കയറിയില്ല, നമ്മൾ എങ്ങനെയെങ്കിലും റൂം എത്തിയാൽ മതി എന്നുള്ള രീതിയിൽ ഇറങ്ങി. ഇപ്പോൾ ഹോട്ടലിൽ തൊട്ട് ഫ്രണ്ടിലുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. ചായയെ കൊണ്ടൊന്നും എനിക്കറിയില്ല കേട്ടോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പുഷും പുള്ളും അറിഞ്ഞുകൂടാത്ത നമ്മളോടാണ്. ഇവിടെ ടോളക് മീൻസ് പുഷ്, ടാരിക് പുൾ ചോദിച്ചു നോക്കാം. ഓക്കെ, ഇവിടെ സെൽഫ് സർവീസ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ടീ ഉണ്ട്. സെലക്ട് യുവർ ഫേവറേറ്റ് ഹോട്ട് ബിവറേജ് സാഷി. ഇത് pour into 80 hot beverage cup and add water. പേയ്മെൻ്റ് ഒക്കെ എങ്ങനെയാണ്? ആകെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുക കേട്ടോ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ചായ എന്ന് പറഞ്ഞ സംഭവമില്ല, ഇവിടെ ചായക്ക് തേത്താര എന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ 2 ടൈപ്പ് ചായ ഉണ്ട്. അത് എല്ലായിടത്തും കിട്ടത്തില്ല, മിക്കവാറും ഉള്ളിടത്ത് കണ്ടൻസ് മിൽക്ക് ചായയാണുള്ളത്. ബാക്കി ചില സ്ഥലങ്ങളിൽ മാത്രമേ പശുവിൻ പാലിലെ ചായ ഉള്ളൂ കേട്ടോ. പശുവിൻ പാലിലെ ചായ ആയാലും കണ്ടൻസ് മിൽക്കിലെ ചായ ആയാലും ഇവിടുത്തെ ചായ കുറച്ച് കഷ്ടമാണ്, ദയനീയ അവസ്ഥയാണ് ഇവിടുത്തെ ചായ എന്ന് പറയുന്നത്. അത്ര നല്ല ചായ അല്ല കേട്ടോ. നമ്മളൊരു ചായ കുടിച്ച ഫീലൊന്നും നമുക്കുണ്ടാവില്ല. പക്ഷേ ഇവിടെ കോൾഡ് ടീ അവൈലബിൾ ആണ്, കോൾഡ് ടീയും കോൾഡ് കോഫിയൊക്കെ അവൈലബിൾ ആണ്. അതൊക്കെ നല്ലതാണ് കേട്ടോ. കോഫി നല്ലതാണ്, ഇവിടുത്തെ കോഫി നല്ലതാണ്. അപ്പോൾ ഇത് മെഷീനിൽ നമ്മൾ സെൽഫ് സർവീസായിട്ട് ചെയ്യേണ്ട സംഭവം കേട്ടോ. ക്യാപ്പച്ചൂനോ, അവർക്ക് ക്യാപ്പച്ചൂനോ വേദയ്ക്ക് ഏട്ടനാണ് കേട്ടോ ക്യാപ്പച്ചൂനോ വേണമെന്ന് പറഞ്ഞാൽ ഏട്ടൻ ക്യാപ്പച്ചൂനോ എടുക്കുകയാണ്. വേദയ്ക്ക് സ്ലർപ്പി വേണമെന്ന് പറഞ്ഞിട്ട് അതെടുക്കണം. ഈ സ്ലർപ്പി എന്ന് പറയുന്നത് ഒരു ഐസിലെ സാധനം കേട്ടോ. ഐസ് ഇങ്ങനെ ജ്യൂസ് പോലെ വരുന്നൊരു സംഭവമാണ്, അതൊരു ഫ്ലേവേർഡ് ആയിട്ടുള്ള സാധനം കേട്ടോ. അപ്പോൾ അത് ഇവിടെ 7-Eleven ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വേദ ചോദിക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു കൊടുത്ത് അവിടെ ഉണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ സെൽഫ് സർവീസ് എടുത്ത ശേഷം പേയ്മെൻറ്റ് അവർക്ക് കാണിക്കുമ്പോൾ അവർ പേയ്മെൻറ്റ് എത്രയാണെന്നുള്ളത് പറയും. നമ്മൾ എന്താണ് എടുത്തതെന്നുള്ളത് പറയുമ്പോൾ അവർ പറയും കേട്ടോ. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ, രീതികളൊക്കെ. അപ്പോൾ ഫസ്റ്റ് കയറിയപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആയിരുന്നു, എന്താ ഏതാ എങ്ങനെയാണ്. അപ്പോൾ ചിലയിടത്തൊക്കെ കോയിൻസ് ഇട്ടിട്ടാണ് അതിൽ നമ്മൾ കോഫി വരുന്നത്. ഇതിപ്പോൾ അങ്ങനെ കോയിൻ ഇടാനുള്ളൊരു സംഭവമൊന്നും കണ്ടില്ല. അപ്പോൾ ചോദിച്ചു പറഞ്ഞു കോഫി എടുത്തിട്ട് വന്നിട്ട് പേയ്മെൻറ്റ് ചെയ്യാം. സ്ലർപ്പി ആയാലും സ്ലർപ്പി എടുത്ത ശേഷം നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം. ഇപ്പോൾ കപ്പ് എടുക്കുക, നമുക്ക് ഏതാ വേണ്ടതെന്നുള്ളത് പ്രസ് ചെയ്യുക, ആ സംഭവം വരും കേട്ടോ. അത്രയേ ഉള്ളൂ, കൂളാണ്, സിമ്പിളാണ്. ചായ കിട്ടും കേട്ടോ, പക്ഷേ എല്ലാ കടകളിലും ചായ ഇല്ല. ചില കടകളിൽ മാത്രമേ ചായ ഉള്ളൂ. ഉള്ള ചായ ഭയങ്കര മോശം ചായയാണ്. നമുക്ക് നമ്മൾ നല്ല ചായ കുടിച്ചിട്ട് വന്ന് ഇവിടുത്തെ ചായ കുടിക്കുമ്പോൾ ചായ കുടിച്ചു എന്നുള്ളൊരു ഫീലൊന്നുമില്ല കേട്ടോ. അപ്പോൾ സ്നാക്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ഈ കോൾഡായിട്ടുള്ള ഈ ബർഗേഴ്സ്, സാൻഡ്വിച്ച് ഇതെല്ലാം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും. നമ്മൾ ഇഷ്ടമുള്ളത് എടുത്ത് കൊടുക്കുമ്പോൾ അവർ അവൻ്റെ വെച്ച് പ്രീഹീറ്റ് ചെയ്ത് തരും കേട്ടോ. അത് ഈ റൈസ് പോലുള്ള സാധനങ്ങളും അവരുടേതായ ചില സാധനങ്ങളുണ്ട്. റൈസും അതിനകത്ത് സ്റ്റഫ് ചെയ്ത കുറച്ച് മസാല കാര്യങ്ങളൊക്കെ ഉള്ള സംഭവം ഇതെല്ലാം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചേക്കും. നമ്മുടെ ഫ്രോസൺ മീറ്റൊക്കെ പോലെ, ഫ്രോസൺ അല്ല ഇത്, അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും. നമുക്ക് ആവശ്യമുള്ള എടുത്ത് കൊടുക്കുമ്പോൾ അവർ പ്രീഹീറ്റ് ചെയ്ത് തരും കേട്ടോ.
ഇത് സ്ലർപ്പി കുടിച്ചിട്ട് ഞാൻ പറയുന്നതാണ്, ഇതിൻ്റെ വോയിസൊക്കെ ഇട്ടു, പക്ഷേ എല്ലാം കൂടെ ആയപ്പോൾ ആകെ കൺഫ്യൂഷനായിട്ട് കുറേയൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്താണ് എന്നിട്ട് വോയിസ് ഓവർ ചെയ്യാം കേട്ടോ. ഫുൾ എല്ലാം ആകെ കുളമായി കിടക്കായിരുന്നു, അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ വോയിസ് ഓവർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ സ്ലർപ്പി കുടിച്ചപ്പോൾ ഒരു ഭയങ്കര ഒരു ഐസ് വന്നിട്ട് അതിലൊരു അവൾ മാംഗോ സ്ലർപ്പി കേട്ടോ കൊടുത്തത്. ഒരു മാംഗോയുടെ ഫ്ലേവറും സോഡയുടെ ഫ്ലേവറും എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു ഫ്ലേവർ കേട്ടോ. ഭയങ്കര ഒരു ഐസിൻ്റെ ഒക്കെ ഒരു ഇത്. അപ്പോൾ ഈ ഐസൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. വേദയ്ക്ക് ഐസ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പിന്നെ വേദയ്ക്ക് ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ക്യാപ്പച്ചൂണിൽ കുറച്ച് ഷുഗറൊക്കെ ആഡ് ചെയ്തെടുക്കുകയാണ്. എനിക്ക് ക്യാപ്പച്ചൂണൊന്നും വേണ്ട, കാരണം ഇനി നമ്മൾ ഫുഡ് സ്ട്രീറ്റിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ കഴിക്കേണ്ടത്. ഇതൊക്കെ കഴിച്ച് വയറ് നിറങ്ങി പോയാൽ ചിലപ്പോൾ അവിടെ ചെന്ന് കഴിപ്പ് നടക്കത്തില്ല. അതുകൊണ്ട് അത് വേറെ ഞാനൊന്നും കഴിക്കാനായിട്ടും കുടിക്കാനായിട്ടും എടുത്തില്ല. ഏട്ടന് നിർബന്ധമാണ് രാവിലെയും വൈകിട്ടും ചായ, പക്ഷേ ചായയോ കോഫി എന്തെങ്കിലും വേണമെന്നുള്ള നിർബന്ധമാണ്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു നിർബന്ധം ഇല്ലാത്തത് കൊണ്ട് ഞാനത് എടുത്തില്ല കേട്ടോ. എന്തായാലും വേദ സ്ലോപ്പി ഏട്ടൻ ക്യാപ്പച്ചൂണോ ഒക്കെ എടുത്തു. എല്ലാം കുഴപ്പമില്ല കേട്ടോ. അത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒന്നും അല്ല, അത്യാവശ്യം കോസ്റ്റൊക്കെ ആയ കേട്ടോ. ഇവിടെ എല്ലാം തൊടുന്നതെല്ലാം കാശാണ്, ഭയങ്കര കുറച്ച് കാശ് കൂടുതലാണ്. ഇവിടെ ഇങ്ങനെ സ്ട്രീറ്റിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ ഹോട്ടൽ തൊട്ട് പുറകെ അതാണ്, ആ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ഹോട്ടൽ. 7-Eleven തൊട്ട് ഫ്രണ്ടിലുണ്ട്. ഇവിടെ നോക്കിയപ്പോൾ എല്ലാവരും വന്ന് ഇങ്ങനെ സ്ട്രീറ്റിലൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു വൈബ് തോന്നി, ഞങ്ങൾ വന്നിരിക്കുന്നു. നല്ല രസമുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെയൊന്നും കാണില്ല, കണ്ടാലും നമുക്കതിന് വിലയുണ്ടാവില്ല, അതാണ് വേറൊരു സത്യം. അപ്പോൾ ഇവിടെ 7 മണിയായി കേട്ടോ. അയ്യോ 7 മണിയായില്ലേ, ഇരുട്ടിയില്ല. ഒരു 5:36 രൂപയേ ഉള്ളൂ. ഞാനും അതാണ് ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. അയ്യോ, അപ്പം ഇനി നമ്മുടെ ഡ്രൈവർ ചേട്ടനൊരു മെസ്സേജ് ഇടാം, നമ്മൾ റെഡിയാണ് എന്നുള്ളത്. ഇനി ഹോട്ടലിലേക്ക് പോയാലേ വൈഫൈ കണക്റ്റ് ആകത്തുള്ളൂ. ആക്ച്വലി ഹോളിഡേയ്സ് ട്രാവൽസ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സിം എടുക്കാം, പക്ഷേ നമ്മൾ എടുത്തില്ല. എൻ്റെ ആവശ്യമുള്ളതായിട്ട് തോന്നിയില്ല. 4 ഡേയ്സിന് 450 രൂപ കേട്ടോ സിമ്മിന് വരുന്നത്. അപ്പോൾ പുള്ളി ഡ്രൈവറും പറഞ്ഞു വേണ്ട, വൈഫൈ ഇപ്പോൾ എല്ലാം ഓൾമോസ്റ്റ് ഉള്ള എല്ലാ കടകളിലും നമ്മൾ ചെല്ലുമ്പോൾ വൈഫൈ അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം കമ്മ്യൂണിക്കേഷനൊക്കെ ഹോട്ടലിൽ വരുമ്പോൾ വൈഫൈ കിട്ടുന്നുണ്ട്. പിന്നെ ഡ്രൈവറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു ബുദ്ധിമുട്ടേ വരുന്നുള്ളൂ. അത് എങ്ങനെയെങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. ആകെ 2-3-4 ദിവസത്തെ കാര്യമില്ലേ, അപ്പോൾ കുഴപ്പമില്ലാന്ന് എഴുതിയിട്ട് പിന്നെ നമ്മൾ സിം എടുത്തില്ല. വേദക്കുട്ടി സ്ലർപ്പി എല്ലാം കുടിച്ച്. ഇനി നിനക്ക് ഫുഡ് എങ്ങനെ കഴിക്കും പോലും, എല്ലാം ഇനി എന്നെ ട്രൈ ചെയ്യണം. ഇന്ന് ഞാൻ സ്റ്റിക്കി മാംഗോ റൈസ് ട്രൈ ചെയ്യുമല്ലോ എന്നാണ് പ്ലാൻ. ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒന്ന് സിപ്പ് ചെയ്യാൻ വേറെ പൈസ ഒന്നും കൊടുക്കുന്നില്ല. ഇനി എന്ത് പരിപാടി, ഇനി ഡ്രൈവർക്ക് മെസ്സേജ് ഇടണം, ഇതൊക്കെയാണ് പരിപാടി. എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ, 7 മണി ഇത്രയും ബ്രൈറ്റ് ആയിട്ട് നിൽക്കണമെന്നുള്ളത്. അപ്പോൾ മോർണിംഗ് പതിയെ ആയിരിക്കും വരുന്നത് കേട്ടോ. എനിവേ അടിപൊളി, എനിക്ക് ഭയങ്കര ഇല്ല, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമാവില്ല. 7 o'clock 7 PM, AM അല്ല PM. അതൊരു അതിശയമല്ലേ. ഇനി വേറെ റീൽസൊക്കെ എടുക്കണമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ റീൽസ് എടുക്കാം നമുക്ക്. അങ്ങനെ റീൽസ് എല്ലാം എടുത്തിട്ട് നിന്നപ്പോൾ സമയമൊക്കെ ഒന്ന് ഇരുട്ടി വന്നു. 8 മണിയൊക്കെ ആയപ്പോൾ ഒന്ന് ഇരുട്ടി വന്നു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഡ്രൈവർ ചേട്ടൻ വന്ന ശേഷം നമ്മൾ നേരെ അവിടുത്തെ ഫേമസ് ഫുഡ് സ്ട്രീറ്റായ ബുക്കിത് പിന്താങ് എന്ന് പറഞ്ഞിട്ടുള്ള ഫുഡ് സ്ട്രീറ്റിലേക്ക് പോയട്ടോ. ഇതും എല്ലാ ടൂർ പാക്കേജിലും ഉണ്ടാവുന്നതായിരിക്കും, ഈ ബുക്കിത് പിന്താങ്. ഇവിടുത്തെ ഒരു ഫേമസ് ഫുഡ് സ്ട്രീറ്റാണ്, ഭയങ്കര വലിയൊരു ഫുഡ് സ്ട്രീറ്റാണ്. അപ്പോൾ ആ ഡ്രൈവർ ചേട്ടൻ ഞങ്ങളോട് ചോദിച്ചു 6 മണിക്ക് വരണോ 8 മണിക്ക് വരണോ. 8 മണിക്കാകുമ്പോൾ കുറച്ചുകൂടെ ഷോപ്പെല്ലാം ഓപ്പണായി കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ശരി 8 മണിക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ 8 മണിക്കാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഭയങ്കര തിരക്കുള്ളൊരു സ്ട്രീറ്റ് കേട്ടോ. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാലും പോരാ, ഭയങ്കര തിരക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഫുഡ് സ്ട്രീറ്റ് ഞാൻ ഓൾറെഡി അത് വരണം, ഇവിടുത്തെ ഒക്ടോപ്പസ് കഴിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിൽ മുന്നേ തന്നെ തീരുമാനിച്ച് വന്നതാണ് കേട്ടോ. വരുന്ന വഴിക്ക് ഇവിടെ ഭയങ്കര ക്യൂ കേട്ടോ. ഇവിടെ എന്തോ ഒരു സ്പെഷ്യൽ ബൺ പോലത്തെ ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ട്, ഭയങ്കര ക്യൂ. അപ്പോൾ എന്തോ നല്ല സാധനമാണ്, അതുകൊണ്ടാണല്ലോ ഇത്രയും ബീഫ് ബണ്ണോ അങ്ങനെ എന്തോണ് എൻ്റെ പേര് പറഞ്ഞത് കേട്ടോ. പറഞ്ഞതില്ല, അവിടെ ബോർഡ് വെച്ചിരിക്കുന്നത് കണ്ടു. അപ്പോൾ അതെന്തോ ഒരു നല്ല ബണ്ണാണ്, അതുകൊണ്ടാണ് അവിടെ അത്രയും വലിയൊരു നീണ്ട ക്യൂ അവിടെ കാണാൻ കഴിഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ തിരിച്ച് വരുമ്പോൾ വാങ്ങാൻ ഇപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഇതിനെക്കാട്ടി വലിയൊരു ക്യൂ കേട്ടോ. അതുകൊണ്ട് പിന്നെ അത് വാങ്ങിയില്ല. അങ്ങനെ അവിടെ എങ്ങും കാറ് നിർത്താൻ പറ്റാത്തതുകൊണ്ട് ചേട്ടൻ കുറച്ച് ദൂരോട്ട് നിർത്തിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് പതിയെ നടന്നു വന്നു കേട്ടോ. നടന്നു വരുന്ന വഴിക്ക് ഇങ്ങനെ ഫുഡ് സ്റ്റോറ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഇങ്ങനെയുണ്ട്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ സ്ട്രീറ്റിൻ്റെ എൻട്രി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ മലേഷ്യ എന്നല്ല, നമ്മൾ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പം ഏറ്റവും കൂടുതൽ നൈറ്റ് ലൈഫാണ് ഇവിടുത്തത്. ഭയങ്കര രസം കേട്ടോ കാണാനായിട്ട്. നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനും ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് നൈറ്റാണ്. അവരുടെ ലൈറ്റും കാര്യങ്ങളും ഇതുപോലുള്ള ഫുഡ് സ്ട്രീറ്റും ഒക്കെ വന്നിട്ട് നമ്മുടെ നാട് പോലെയല്ല കേട്ടോ, അതൊരു വേറൊരു ഭംഗിയാണ് ഈ നൈറ്റ് ലൈഫ് എന്ന് പറയുന്നത്. നല്ല കൂളാണ്, ആരും ഒരു ശല്യമോ ഒന്നുമില്ല. ഇത്രയും ക്രൗഡിൻ്റെ ഇടയ്ക്ക് പോലും ആരും അനാവശ്യമായിട്ട് നമ്മളൊന്ന് നോക്കുക, തൊടുക, പിച്ച് ഞോണ്ട് ഒരു പ്രോബ്ലം ഇല്ല കേട്ടോ.
സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഒന്ന് തിരക്കൊക്കെ ആണെങ്കിൽ ഞൊണ്ടാനും പിടിക്കാനും ഒക്കെ ആൾക്കാരുണ്ടാവും. ഇവിടെ അങ്ങനെയൊന്നുമില്ല. പിന്നെ തായ്ലാൻഡ്, മലേഷ്യ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയാൽ മെയിൻലി കാണുന്നൊരു ഫ്രൂട്ടാണ് ഡ്യൂറിയൻ. ഈ ഡ്യൂറിയൻ ഫ്രൂട്ട് ആക്ച്വലി എനിക്ക് കഴിക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത് ഈ വേദയുടെ പ്രായം, വർഷങ്ങൾക്ക് മുമ്പ് വേദയുടെ പ്രായത്തിൽ എൻ്റെ ഒരു ഫ്രണ്ട് ബ്രിജിത എന്ന് പറഞ്ഞൊരു ഫ്രണ്ട്, എൻ്റെ കൂടെ പഠിച്ച കുട്ടി, അവൾ ഈ സംഭവം കൊണ്ടുവന്നു കേട്ടോ. അന്ന് കൊണ്ടുവന്നപ്പോൾ നമ്മൾ ഛർദ്ദിക്കാൻ പോകുമ്പോൾ അത്രയ്ക്ക് അതൊരു ബാഡ് സ്മെല്ലും ടേസ്റ്റും അതുപോലെ തന്നെ കേട്ടോ, ഒട്ടും കൊള്ളത്തില്ല. അന്നത് അങ്ങനെ കളങ്ങിൻ്റെ ഇത്രയും ഇവിടെ ഭയങ്കര വില കേട്ടോ ഇതിന്. ഒരു 30 റിങ്കറ്റ് എന്തോന്നും ഒരു പീസിന്, അങ്ങനെ എന്തോ. അപ്പോൾ ഇത്രയും വിലയുള്ള സാധനമാണെന്ന് തുപ്പിക്കളഞ്ഞാന്ന് മനസ്സിലായില്ല. പിന്നീട് ഞാൻ അവളോട് ചോദിച്ചു, സംഭവം ഉണ്ടോ, നിൻ്റെ വീട്ടിലുണ്ടെങ്കിൽ ഒരെണ്ണം കൊണ്ട് തരുമെന്ന് ചോദിച്ചു. പറഞ്ഞു ഇപ്പോൾ അതൊന്നുമില്ല. അവൾ കുറച്ചങ്ങ് ഫോറസ്റ്റ് പോലത്തെ ഒരു സ്ഥലത്ത് നിന്ന് ഇവിടെ നിന്നാണ് അവളുടെ സ്ഥലത്തിൽ നിന്ന് കൊണ്ടുവന്നതാട്ടോ. അപ്പോൾ ഇപ്പം അതില്ല, അതെല്ലാം ചീത്ത നശിച്ചു പോയി എന്ന് പറഞ്ഞായിരുന്നു ഈ സമയത്ത് ഞാൻ ചോദിച്ചപ്പോൾ. ഇപ്പോൾ അത് മിസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് ട്രൈ ചെയ്യുന്ന കരുതിയപ്പോൾ ഭയങ്കര റേറ്റ്, പിന്നെ ഞങ്ങൾ ട്രൈ ചെയ്തുമില്ല കേട്ടോ. അപ്പോൾ ഈ ഫുഡ് സ്ട്രീറ്റിൽ ഫ്രൂട്ട്സ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്. വെജിറ്റബിൾസ് മീൻസ് നമുക്ക് അവർ കുക്ക് ചെയ്ത് തരാൻ വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ജ്യൂസസ്, മെയിൻലി ചിക്കൻ, ബീഫ്, പിന്നെ പന്നിയിറച്ചി. പന്നിയുടെ കളിയാട്ടോ. പന്നി, ചിക്കൻ, ബീഫ്, പിന്നെ ഒക്ടോപ്പസ്, ഈ സീ ഫുഡ്സ് കുറേ നിറയെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കയറുന്ന അവിടെ നിന്ന് തന്നെ തുടങ്ങിയിട്ടുണ്ട് ഈ സംഭവങ്ങളെല്ലാം. അതുപോലെ സ്റ്റിക്കി റൈസ് എനിക്കൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. മാംഗോ സ്റ്റിക്കി റൈസ്, അതൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് എല്ലാം നമ്മുടെ കയറുന്ന അവിടെ നിന്ന് തൊട്ടേ ഉണ്ട്. ഈ സ്ഥലങ്ങളിലെല്ലാം വരുമ്പോൾ മെയിൻലി ഈ ഡ്യൂറിയാൻ്റെ ഒരു മണം കേട്ടോ. അതൊരു വല്ലാത്തൊരു സ്മെല്ലാണ്. എനിക്ക് പക്ഷേ അതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്തോ ഒരു വൃത്തികെട്ടൊരു സ്മെല്ലാണ്, പക്ഷേ എനിക്കിഷ്ടമാണ്. അപ്പം ഇവിടങ്ങളിലെല്ലാം എവിടെ ചെന്നാലും ഏറ്റവും കൂടുതലുള്ളത് ഡ്യൂറിയാൻ്റെ ഒരു സ്മെല്ലാണ്. ഇപ്പം നമ്മൾ ഗ്ലാസ്സൊക്കെ താഴ്ത്തിയിട്ട് വണ്ടിയിലൊക്കെ പോവുകയാണെങ്കിലും ഫുള്ള് റോഡ് സൈഡിലൊക്കെ ഡ്യൂറിയാൻ്റെ മണമായിരിക്കും കേട്ടോ. ആ ഫ്രൂട്ട് നിൽക്കുന്ന മരം, നമ്മളെ നാട്ടിലൊക്കെ മാങ്ങയും ചക്കയൊക്കെ മണക്കും പോലെയാണ് ഇവിടെ ഡ്യൂറിയാൻ മണക്കുന്നത്. ഇതൊരു സീസണൽ ഫ്രൂട്ടാണ് കേട്ടോ നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറഞ്ഞത്, ഈ ഡ്യൂറിയാൻ. പക്ഷേ എനിവേ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് ഈ തായ്ലാൻഡ്, മലേഷ്യയൊക്കെ പോയാലുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ വന്നപ്പോൾ ഒരു ചേട്ടൻ ഇങ്ങനെ കൈ കൊണ്ട് കമ്പിയിലിങ്ങനെ എന്തൊക്കെയോ നമ്മുടെ പേരൊക്കെ ഇങ്ങനെ കമ്പി വെച്ച് ഇങ്ങനെ കൈ കൊണ്ട് ചെയ്യുന്ന ചേട്ടൻ എന്തോ ചെറിയ വയ്യായിക ഉള്ള ഒരാളായിരുന്നു കേട്ടോ. എന്തായാലും കുഴപ്പമില്ലാതൊക്കെ അവിടെ ഇരുന്ന് ചെയ്യുന്നുണ്ട്. നമ്മളൊന്നും വാങ്ങാനൊന്നും നിന്നില്ല. മെയിൻലി ഈ ഫുഡ് സ്ട്രീറ്റിൽ വന്നപ്പോൾ എനിക്ക് ഒക്ടോപ്പസ് ട്രൈ ചെയ്യണം, പിന്നെ നമ്മുടെ സ്റ്റിക്കി റൈസ് ട്രൈ ചെയ്യണം. ഇത് രണ്ടുമായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. പിന്നെ ഏട്ടന് തവള ഉണ്ടെങ്കിൽ തവളയെ കഴിക്കണമെന്ന് കുറേ വീഡിയോസിൽ കണ്ടു കേട്ടോ, തവള ഇങ്ങനെ കഴിക്കുന്നതൊക്കെ. തവള ഉണ്ടെങ്കിൽ തവളയെ കഴിക്കണമെന്ന് പറഞ്ഞു വന്നു. അപ്പോൾ തവള കിട്ടുകയാണെങ്കിൽ ഏട്ടൻ കഴിക്കുകയാണെങ്കിൽ അതിൽ ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന് എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കയറുമ്പോഴേ നിറയെ ഒക്ടോപ്പസ്, സീ ഫുഡ്, കൊഞ്ച്, കണവ, എല്ലാ സാധനങ്ങളും ഇങ്ങനെ നിറയെ വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്റ്റിക്കി റൈസ് ഞാൻ വേണമെന്ന് ആഗ്രഹിച്ച് വന്ന സാധനങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഈ ഫുഡ് സ്ട്രീറ്റ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു 1.5 കിലോമീറ്ററോളം ഇങ്ങനെ 2 സൈഡിലോട്ടുണ്ട്. ഒരു സൈഡിൽ റെസ്റ്റോറൻറ്റ്സ് ആട്ടോ, നിറയെ റെസ്റ്റോറൻറ്റ്സ് ആണ്. അത് ആ സ്ട്രീറ്റിൽ തന്നെ ഇരുന്ന് കഴിക്കാനുള്ള ഒരു സെറ്റപ്പൊക്കെയാണ്. ഇപ്പുറ സൈഡിലെന്ന് പറയുന്നത് തട്ടുകട പോലുള്ള കുഞ്ഞു കുഞ്ഞ് ഈ സ്ട്രീറ്റിൽ റോഡ് സൈഡിലുള്ള കടകളാട്ടോ. മറ്റത് റെസ്റ്റോറൻറ്റ്സ് ആയിട്ടുണ്ട്. ഇത് കുഞ്ഞു കുഞ്ഞു കടകളാണ്. അപ്പം ഞങ്ങൾ റെസ്റ്റോറൻറ്റ് സൈഡിലേക്ക് നോക്കിയില്ല. ഈ ഒരു ഇങ്ങനെ അല്ലാണ്ടിരിക്കുന്ന കടകളിൽ ആണ് ഈ ഒക്ടോപ്പസൊക്കെ ഇങ്ങനെ പുറത്ത് വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ ഞങ്ങൾ പോയി ഏറ്റവും ലാസ്റ്റ് വരെ പോയിട്ട് വില ഒന്ന് നോക്കി കേട്ടോ. ഓരോ സ്ഥലത്തും ഓരോ വിലയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് വില കുറവുള്ളതും കുറച്ച് നീറ്റും ആയിട്ടൊക്കെ ഉള്ള സ്ഥലം നോക്കിയാണ് പോയത്. എന്നിട്ട് ഞങ്ങൾ പോയി ലാസ്റ്റ് വരെയും പോയിട്ട് അതിൽ ഞങ്ങൾക്ക് കണ്ടിഷ്ടപ്പെട്ട ഒരു കടയിൽ കയറിയിട്ടാണ് ഞങ്ങൾ ഒക്ടോപ്പസ് ഓർഡർ ചെയ്തത് കേട്ടോ. എല്ലാ സംഭവവും ഉണ്ട്. കോണുണ്ട്, ഞാൻ പറഞ്ഞില്ലേ സീ ഫുഡ്, പല രീതിയിലുള്ള സീ ഫുഡുകൾ. ഞാൻ കണ്ടിട്ടില്ലാത്ത സീ ഫുഡ് മീൻസ് സീ ഫിഷ് കേട്ടോ. കടലിലെ മറ്റേ ചിപ്പി, ഒക്ടോപ്പസ്, ലോബ്സ്റ്റർ, എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടും കേട്ടിട്ടില്ലാത്ത സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ചിപ്പി പോലെയും ഒക്കെ എന്തൊക്കെയോ സാധനങ്ങൾ ഇരിപ്പുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് മെയിനായിട്ട് ഈ നമ്മുടെ ഒക്ടോപ്പസ് മാത്രം മതി എന്നുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ബേബി ഒക്ടോപ്പസും ഉണ്ട്, വലിയ ഒക്ടോപ്പസും ഉണ്ട്. അതേ വെജിറ്റേറിയൻകാർക്കും നിരാശ വേണ്ടാന്ന് കരുതിയിട്ട് വെജിറ്റേറിയൻസിന് മഷ്റൂം, ലെറ്റ്യൂസ്, നമ്മുടെ ലേഡീസ് ഫിംഗർ, പിന്നെ വെണ്ടയ്ക്ക, കത്തിരിക്ക, ക്യാപ്സിക്കം, എല്ലാ സംഭവങ്ങളും അതും ഉണ്ട് കേട്ടോ. നമുക്ക് ആവശ്യമുള്ള എടുത്ത് കൊടുത്ത് അവർ ഗ്രില്ല് ചെയ്തൊക്കെ തരും. അതുകൊണ്ട് ആ സംഭവം വെജിറ്റേറിയൻസിനും ഉണ്ട്. കോണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ മോമോസൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ.
വെറൈറ്റീസ് ഓഫ് മോമോസ് കാര്യങ്ങളുണ്ട്. കൂടുതലും നോൺ വെജ് ആണ്, എങ്കിലും വെജിറ്റേറിയൻസിനും വന്നാൽ നമുക്ക് അവർക്കും നിരാശപ്പെടുത്താൻ പാടില്ലല്ലോ. ഓക്കെ, അവർക്കും ഉണ്ട് കേട്ടോ, എല്ലാ കാര്യങ്ങളും ഉണ്ട്. സ്വീറ്റ്സ് ഉണ്ട്, എന്തൊക്കെയോ എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത കുറേയേറെ സാധനങ്ങൾ. ഡ്യൂറിയാനാണ് ഏറ്റവും കൂടുതൽ. പിന്നെ ഈ സ്റ്റിക്കി മാംഗോ റൈസ് നിറയെ. സ്റ്റിക്കി മാംഗോ റൈസ് കൂടുതലും ഒരു വൈറ്റ് റൈസ് ഒരു ഉണ്ട ഉണ്ടാവും, ഒരു ഗ്രീൻ റൈസ് ഒരു ഉണ്ട ഉണ്ടാവും, 2-3 പീസ് മാംഗോ ഉണ്ടാവും, ഒരു ചെറിയൊരു ഇതിൽ കുറച്ച് കോക്കനട്ട് മിൽക്കും ഉണ്ടാവും കേട്ടോ. അതെ, വാഴയിലൊക്കെ എന്തോ സാധനം ഉണ്ടാക്കുന്നത് എന്താണെന്നൊന്നും അറിയില്ല. ഇതൊന്നും വാങ്ങിയില്ല കേട്ടോ ഞങ്ങൾ. ഫിഷിൻ്റേതായിട്ടൊന്നും ഈ ഒക്ടോപ്പസ് അല്ലാണ്ട് വേറെ ഒന്നും വാങ്ങിയില്ല. പിന്നെ ഞങ്ങൾ മെയിൻലി ചിക്കൻ ആയിരുന്നു കേട്ടോ. വേറെ ഈ ബീഫ്, പന്നി ഈ വക സാധനങ്ങളൊന്നും ഞങ്ങൾ വാങ്ങിയില്ല. ശരിക്കും പറഞ്ഞാൽ എന്നോടൊന്നും താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ്, വേണ്ട എന്നുള്ളത് കൊണ്ടാണ് വാങ്ങാത്തത്. ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ വാങ്ങിയാണ് കേട്ടോ. നിറയെ ഫ്രൂട്ട് ജ്യൂസസ്, കരിക്ക്, നമ്മുടെ കരിമ്പിൻ്റെ ജ്യൂസ്, വേറെ എന്ന് പറയുന്നത് മാംഗോ, നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് എല്ലാം കൂടി ജ്യൂസ്. അത് 2 ഷെയ്ഡിലായിട്ടിരിക്കും കേട്ടോ. താഴത്തെ തട്ടൽ മാംഗോയും മുകളിൽ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടുമായിട്ട് യെല്ലോ ആൻഡ് പിങ്ക് കളറിൽ നല്ല വലിയ ബോട്ടിൽ വെച്ചിരിക്കും കേട്ടോ. അത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. കണ്ട് നമ്മളെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല തിക്ക് ഷേക്കായിട്ട്, അത് മിക്സ് ആയിട്ടില്ല, നല്ലൊരു 2 ലെയറായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയിലിരിപ്പുണ്ട്. ഇത് പിന്നെ എന്തോ സ്റ്റീം ചെയ്തൊക്കെ എടുക്കുന്ന സാധനങ്ങളാണ്. ഇതിൻ്റെ പേരൊന്നും അറിയില്ല. മോമോസ് അല്ല. ഞാൻ സുഷിയാണോ എന്ന് ചോദിച്ചു, അതുമല്ല. എനിക്ക് സുഷി ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ സ്ട്രീറ്റിലൊന്നും സൂഷി ഉണ്ടായിരുന്നില്ല. അതൊരു ജപ്പാൻ ഫുഡല്ലേ സൂഷി, അതിവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ വേറെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നായിരിക്കും, വേറെ എവിടെയും കയറി ചോദിച്ചില്ല. ഈ സ്ട്രീറ്റിലുണ്ടെങ്കിലും ഒന്ന് കഴിക്കണം, ഒന്ന് ട്രൈ ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ആ ആഗ്രഹം നടന്നില്ല. നമ്മുടെ 7-Eleven ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴും കഴിക്കാനായിട്ട് തോന്നിയില്ല. സ്ട്രീറ്റിൽ വരുമ്പോൾ കഴിക്കാമെന്നായിരിക്കും. ഞാൻ ഈ മാങ്ങ എടുത്തിട്ട്, അയ്യോ എന്ത് കളറുള്ള മാങ്ങ, നല്ല ഭംഗിയുള്ള മാങ്ങ എന്ന് പറഞ്ഞ് ഞാൻ എടുത്തപ്പോൾ അത് ആക്ച്വലി അവർ ടോയ് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സംഭവമായിരുന്നു കേട്ടോ. ഞാൻ നാണം കെട്ട് പോയി. ഞാൻ പിന്നെ തിരിച്ചവിടെ വെച്ചിട്ട് വീണ്ടും മുന്നോട്ട് നടന്നു. ഇത് ഞാൻ വീഡിയോസ് കുറച്ച് സ്പീഡിനായിട്ടുള്ളത് കേട്ടോ, കാരണം ഭയങ്കര ലെങ്ത്ത് വരുന്നുണ്ട്. ഇത്രയും സ്പീഡിന് ഇട്ടിട്ട് കൂടി ഒരു അരമണിക്കൂർ കൂടുതൽ വരുന്നുണ്ട്, 34 മിനിറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാണുന്ന നിങ്ങൾക്കതൊരു ബോറായിട്ട് തോന്നും. അപ്പോൾ ഇത് പിന്നെയും കട്ട് ചെയ്തിടുമ്പോൾ അത് വീണ്ടും ഒരുപാട് വീഡിയോസ് ആകുമ്പോൾ ഒരിക്കലും നിങ്ങൾ കാണത്തില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ കരുതി ഒറ്റ വീഡിയോ ആയിട്ട് തന്നെ കുറച്ച് സ്പീഡിൽ അതൊക്കെ ചെയ്തേക്കാമെന്ന് കരുതിയതേ. ഭയങ്കര തിരക്ക് കേട്ടോ. പക്ഷേ ഈ തിരക്കിനിടയ്ക്ക് നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്ന ഒരു ഫാമിലി വന്ന് മിണ്ടി പറഞ്ഞു. ഒരാളല്ല കേട്ടോ, ഇവിടെ വന്നിട്ട് ഒരുപാട് പേര് നമ്മളോട് വന്ന് യൂട്യൂബ് ചാനൽ കാണാറുണ്ട്. ടൂറിസ്റ്റുകളായിട്ടും ഇവിടെ താമസിക്കുന്നവർ വരെ ഇവിടെ വന്ന് കണ്ടിട്ട് നമ്മളോട് കാണാറുണ്ടെന്നും വേദ ഇഷ്ടമാണെന്നും വേദയുടെ കാര്യം എപ്പോഴും പറയുന്നുണ്ട്. അപ്പോൾ വേദ പറയും എനിക്കുണ്ട് ഫാൻസ് എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ടപ്പോൾ ഞാൻ അങ്ങനെ കരുതി, അല്ല ഞങ്ങൾ ആക്ച്വലി വീഡിയോ എടുത്തത്. അപ്പോൾ ആ വീഡിയോ എവിടെയെന്ന് കാണാനില്ല, ഇതിലുണ്ടോയെന്ന് അറിയില്ല. ഉണ്ടെങ്കിൽ അവരെ കാണിക്കും കേട്ടോ. നമ്മൾ വീഡിയോ എടുത്തതാണ്. അവർ പാലക്കാടുള്ള ഒരു ഫാമിലിയാണ്. ഈ തിരക്കിനിടയിൽ വന്ന് മിണ്ടി ആ ഫാമിലിയുടെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാ സംഭവം ഉണ്ട്. ചക്ക, മാങ്ങ, തേങ്ങ, പേരക്ക എല്ലാം ഉണ്ട്. നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടാത്ത എല്ലാ സാധനങ്ങളും ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതിലൊന്നാണ് ഈ ഒക്ടോപ്പസ് സ്റ്റിക്കി മാംഗോ റൈസ്. പിന്നെ ഒന്ന് ഡ്യൂറിയാൻ്റെ ടേസ്റ്റ് ശരിക്കും ഇഷ്ടപ്പെടത്തില്ല. ഒന്ന് ഞാൻ കഴിച്ച് എനിക്ക് ആ ഒരു ടേസ്റ്റ് ഓർമ്മയുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെടത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ വേറെ കുറച്ച് ഐസ്ക്രീം ടേസ്റ്റ് ചെയ്തായിരുന്നു. ആ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഡ്യൂറിയൻ നമ്മൾ അത്ര ഇതായിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന് തോന്നിയില്ല. ടേസ്റ്റ് ചെയ്യാം, പിന്നെ വേണ്ടാന്ന് കരുതി അങ്ങ് വിട്ട് കളഞ്ഞത് കേട്ടോ. കാരണം ഈ ഡ്യൂറിയാൻ്റെ വില നല്ല വിലയാണ്. അത് വാങ്ങിയിട്ട് ചിലപ്പോൾ നമ്മൾ കഴിച്ചില്ല എന്ന് വരും. ഇവിടെ ഫോറിനേഴ്സൊക്കെ വന്നിട്ട് മിക്കവാറും അവർ ഗ്ലൗസൊക്കെ ഇട്ടിട്ടാട്ടോ ഈ ഡ്യൂറിയാൻ കഴിക്കുന്നത്. അത്രയ്ക്കൊരു ബാഡ് സ്മെല്ലാണ് അതിന്. ഉണക്കമീൻ വരെ ഉണ്ട്. ഉണക്കമീൻ മെയിൻലി കൂടുതലും ഡ്യൂറിയാൻ. ഈ ഫുഡ് സ്ട്രീറ്റിൽ എല്ലാ സാധനങ്ങളും ഒരുപോലെ ഉണ്ട് കേട്ടോ. ഫ്രൂട്ട്സ് ആയാലും സീ ഫുഡ്സ് ആയാലും നമ്മുടെ ഡ്യൂറിയാൻ ആയാലും സ്റ്റിക്കി മാംഗോ റൈസ് ആയാലും എല്ലാം ഉണ്ട്. പല സ്ഥലങ്ങളിലും പല വിലയാണ്. സ്ക്വിഡ് എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ബേബി ഒക്ടോപ്പസ് എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് ആവശ്യം പോലെ വാങ്ങി കഴിക്കാം. പക്ഷേ ഇതിലേതൊക്കെ എന്ത് ടേസ്റ്റാണ്, എങ്ങനെയാണ്, കൊള്ളാവോ കൊള്ളില്ലേ, ഇതൊന്നും നമുക്കറിയത്തില്ല. ഒരു ഉദ്ദേശം വെച്ച് കാണുമ്പോൾ കൊള്ളാൻ തോന്നുന്നു, അങ്ങനെ വാങ്ങുന്നു, അത്രയേ ഉള്ളൂ. നമ്മളിവിടെ നിന്നൊന്നും വാങ്ങിയില്ല. ഈ ഒക്ടോപ്പസും സ്റ്റിക്കി മാംഗോ റൈസും വാങ്ങി. പിന്നെ ഞാൻ പറഞ്ഞില്ല, ജ്യൂസ് 2 കളറിലിരുന്നു, നല്ല ഭംഗിയായിരുന്നു അത് കാണാനായിട്ട്. 2 ലെയറായിട്ടിരുന്നു. ആ ജ്യൂസ് ഒരെണ്ണം വാങ്ങി കേട്ടോ. അതൊരു വലിയ ഗ്ലാസ് തരും. ആ ഒരു ജ്യൂസ് കുടിച്ചാൽ മതി, നമുക്ക് അന്നത്തെ ദിവസം പിന്നെ ഫുഡേ വേണ്ട. അത്രയ്ക്ക് വലിയ ഗ്ലാസ്സിലുള്ള ജ്യൂസ്. ഇത്രയും സാധനം മാത്രമാണ് നമ്മളിവിടെ വാങ്ങിയത്. നല്ല നീറ്റാട്ടോ. ഇത്രയും ഫുഡ് സ്ട്രീറ്റും ഇത്രയും സീ ഫുഡ് ഇത്രയും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ട് ഒരു ഈച്ചയെ പോലും ഞാൻ കണ്ടില്ല എന്നുള്ളതാണ് സത്യം.
അത്രയ്ക്ക് നീറ്റാട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ ഒരു തട്ടുകടയിലായാൽ പോലും കുറച്ചൊന്ന് വെള്ളം കെട്ടിക്കിടന്നാൽ അവിടെ നിറയെ ഈച്ചയും സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ ഇത്രയും ഫുഡ് സ്ട്രീറ്റിൽ ഇത്രയും കടകളുണ്ടായിട്ട് ഇത്രയും മീനിൻ്റെ കാര്യങ്ങളായാലും വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, എല്ലാ സംഭവങ്ങളും ഇഷ്ടംപോലെ ഉണ്ടായിട്ടും ഒരു ചെളി പോലെ കെട്ടിക്കിടക്കുക, ഒരു വെള്ളം കെട്ടിക്കിടക്കുക, ഒരൊറ്റ ഈച്ചയോ ഒന്നുമില്ല കേട്ടോ. ഭയങ്കര നീറ്റായിട്ട് കിടക്കുകയാണ് സത്യമാട്ടോ. അതേ ഇത് ലാമ്പാട്ടോ. ലാമ്പിനെ ഇങ്ങനെ ചുട്ടെടുക്കുകയാണ്. ഞാൻ കരുതി പന്നിയാണെന്ന് വെച്ചപ്പോൾ അവരൊന്ന് ചിരിക്കുന്നു. പന്നിയല്ല, ലാമ്പെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടില്ലേ എന്നുള്ള രീതിയിലാണ് അവർ നോക്കി ചിരിച്ചത് കേട്ടോ. അപ്പം ഞാൻ സോറി പറഞ്ഞിട്ട് പോയിട്ടോ. അതിൻ്റെ കരളം കൂമ്പും മാങ്ങയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ എന്തൊക്കെയോ സ്വീറ്റ് കാര്യങ്ങളാണ്. ഇതൊന്നും നമ്മൾ ട്രൈ ചെയ്തില്ല. നമ്മൾ മെയിൻലി നോട്ടം ഇട്ട് വെച്ചത് മറ്റേ ഒക്ടോബസ് ആണ്. പക്ഷേ ഫുൾ കംപ്ലീറ്റ് ആ സ്ട്രീറ്റ് കറങ്ങി എന്ന് പറഞ്ഞാൽ ഒറ്റൊരു സ്ട്രീറ്റാണ്. ഒരു 1.5 കിലോമീറ്ററോളം വരും. നല്ല തിരക്കുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ആരെങ്കിലും മിസ്സായാൽ കിട്ടാൻ പാടാട്ടോ. കാരണം നമുക്ക് വൈഫൈ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് എവിടെ നിന്നും വൈഫൈ ഒക്കെ ഒപ്പിച്ചാലേ ഇനി അടുത്ത് വിളിച്ച് എവിടെ നിൽക്കുന്നു എന്നെങ്കിലും ചോദിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അതുകൊണ്ട് മിസ്സായതാണ്. അങ്ങനെ എൻ്റെ ആഗ്രഹം സബലീകരിച്ചുകൊണ്ട് ഞങ്ങൾ സ്റ്റിക്കി മാംഗോ റൈസ് വിത്ത് കോക്കനട്ട് മിൽക്ക്, 2-3 മാങ്ങയുടെ പീസ് ഉണ്ടാവും, ഒരുണ്ട വെള്ളച്ചോറുണ്ടാവും, ഒരുണ്ട പച്ചച്ചോറുണ്ടാവും, മറ്റേ പച്ചരിയെക്കാട്ടി ഗതികെട്ട ചോറാട്ടോ, നല്ല പശ കണക്കിരിക്കുന്ന ചോറ്. അതിനോടൊപ്പം ഒരു തേങ്ങാപ്പാലിൻ്റെ ഒരു കുഞ്ഞു ബോക്സ് ഉണ്ടാവും കേട്ടോ. ഇത്രയാണ് ആ ഒരു കോംബോ എന്ന് പറയുന്നത്. അവർ നമ്മൾ പറഞ്ഞതിനെ എടുത്ത് തന്ന് ഒരു പ്ലാസ്റ്റിക് കവറിലിട്ട് തന്നിട്ട് കവർ നല്ലൊരു ട്രാൻസ്പെറൻറ്റ് കവർ, നല്ല ഭംഗിയുള്ളൊരു കവർ. എനിക്ക് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ ആ സാധനം വാങ്ങിച്ചിട്ട് അവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യം അപ്പുറ സൈഡിലൊക്കെ ഉണ്ട്. പക്ഷെ അതെല്ലാം റെസ്റ്റോറൻറ്റിൻ്റെയാണ്. അവിടെ ഇരിക്കാൻ അവർ നമ്മളെ സമ്മതിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് നടന്ന് വേറെ എവിടെയെങ്കിലും ഇരിക്കാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നപ്പോഴേക്കും കടകളെല്ലാം കഴിയാറായി. ദേ ഒക്ടോപ്പസിന് കണ്ടു. നല്ല വൃത്തിയൊക്കെയുള്ള ഒരു സ്ഥലത്ത് കയറി ഒക്ടോപ്പസ് ഒറ്റൊരു പീസ് എടുത്തോളൂ കേട്ടോ. വേദയ്ക്ക് എനിക്ക് മാത്രം മതി, ഏട്ടന് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അതിനവർ ഇവിടെ ഇരിക്കുന്ന സാധനം നമ്മൾ എടുത്ത് കൊടുക്കുക, അവർ കുക്ക് ചെയ്ത് തരും. അപ്പം ഞാൻ അവരോട് പറയാണ് നന്നായിട്ട് കുക്ക് ചെയ്ത് തരാൻ പറയാം കേട്ടോ. നമുക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അവിടെ ബേബി ഒക്ടോപ്പസ് ഉണ്ടായിരുന്നു. അത് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരുന്നു. അതിനെ ഞാൻ കണ്ടില്ല. ഈ വലുത് കൊടുത്തിട്ട് നോക്കിയപ്പോഴാണ് ചെറുതിരുന്നത്. അപ്പോൾ വേദ പറഞ്ഞു ബേബി ഒക്ടോപ്പസ് അല്ലേ അമ്മ നല്ലത്, നമുക്ക് കഴിക്കാൻ സോഫ്റ്റ് അതായിരിക്കില്ലേ എന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ കൊടുത്തോ ഇല്ല കുഴപ്പമില്ല, നമുക്ക് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ചിലപ്പോൾ ഇത് ഹാർഡായിരിക്കും, ഏതാണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് നന്നായിട്ട് കുക്ക് ചെയ്ത് തരാൻ പറഞ്ഞു. ഞങ്ങളെടുത്ത് കൊടുത്തപ്പോൾ വേറൊരു ഫോറിനർ വന്നിട്ട് പുള്ളിക്കാരനും ഒരു ഒക്ടോപ്പസും ഒരു സ്ക്വിഡിൻ്റെ എന്തൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഏട്ടൻ ആ സമയം കൊണ്ട് അകത്ത് കയറി വീഡിയോ ഒക്കെ എടുക്കുക കേട്ടോ. എന്താണെന്നറിയില്ല, ആൾ നന്നായിട്ട് എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തന്നു. നന്നായിട്ട് വീഡിയോ എടുത്തെന്ന് ഞാൻ പറയില്ല. ഏട്ടന് ദേഷ്യം വരും. ഏട്ടൻ പറയുന്ന രീതിയിൽ ഞങ്ങൾ നിന്നോളണം. അതുകൊണ്ട് ഏട്ടൻ്റെ ഇഷ്ടത്തിന് ഏട്ടൻ അത്ര നന്നായിട്ടൊന്നുമല്ല എടുത്ത് തന്നത്. പിന്നെ ഒരാൾ എടുത്ത് തന്നു എന്നുള്ളൊരു സമാധാനം കേട്ടോ. എന്ത് തോന്നിയെന്നറിയില്ല, കുറച്ചായാലും എടുത്തൊക്കെ തന്നു. ഒരു പെർഫെക്ഷൻ വന്നില്ലെങ്കിൽ എടുത്തു തന്നു. അത് ഞാനും ഏട്ടനും കൂടെ വഴക്കാവും. ഏട്ടൻ പറയുന്ന രീതിക്ക് ഞങ്ങൾ നിന്നോളണം, രണ്ടുപേരും നിന്നോളണം. നമ്മൾ ഇത് കാണാനും സന്തോഷിക്കാനും വന്നതാണോ വീഡിയോയ്ക്ക് പോസ് ചെയ്യാനായിട്ട് വന്നതാണോ? അതുകൊണ്ട് ഏട്ടന് ദേഷ്യം, ഞാനും ഏട്ടനും കൂടെ വഴക്കാവും, ഇടയ്ക്ക് അടിച്ച് പിരിയും. അങ്ങനെയൊക്കെ പോയാണ് വീഡിയോ ഒക്കെ എടുത്ത് തന്നെ കേട്ടെങ്കിലും കുഴപ്പമില്ലാണ്ടൊക്കെ വീഡിയോ എടുത്ത് തന്നു. അതുകൊണ്ട് ഒരു സന്തോഷമുണ്ട്. പിന്നെ ഞങ്ങൾക്ക് പറ്റിയത് കുറച്ച് ഞങ്ങൾ ഫോണിലും ക്യാമറയിലൊക്കെ ഷൂട്ട് ചെയ്തു. അതെല്ലാം കൂടി ഫോൾഡറെല്ലാം പല സ്ഥലങ്ങളിലായിപ്പോയി. കുറേ വീഡിയോസ് മിസ്സായി. അങ്ങനെയൊക്കെ കുറച്ച് അബദ്ധം പറ്റി കേട്ടോ. ഇനി അടുത്ത ട്രിപ്പ് പോകുമ്പോൾ അത് ക്ലിയർ ചെയ്യണം. ഇങ്ങനെയാണ് ഓരോരോ കാര്യങ്ങൾ ക്ലിയർ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ആക്ച്വലി റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഫോണിലൊക്കെ ഷൂട്ട് ചെയ്തപ്പോൾ റെക്കോർഡ് ചെയ്തില്ല. അങ്ങനെ എല്ലാം കൂടെയൊക്കെ മിക്സായി ഫുൾ കുളമായിപ്പോയി കേട്ടോ. എങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല രീതിയിലായിട്ട് എനിക്ക് വീഡിയോ എടുത്ത് തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നോടുള്ള ദേഷ്യത്തിനാട്ടോ ഇങ്ങനെ ഒരുമാതിരിയൊക്കെ എടുത്ത് തന്നത്. എങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഏട്ടൻ ആവശ്യം കയറിയതാ കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ ദേ ഒക്ടോപ്പസ് ഉണ്ടാക്കുന്ന വീഡിയോയിൽ അകത്തൊക്കെ കയറി ചെന്ന് എടുത്തൊക്കെ തന്നു കേട്ടോ. അങ്ങനെ ഒക്ടോപ്പസിന് ഫോറിനർ നമ്മുടെ അടുത്ത് നിന്ന് ഫോറിനർ കൊടുത്തതിന് അത്ര കുക്ക് ചെയ്യാണ്ട് പുള്ളിക്ക് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്ത് തരാൻ പറഞ്ഞുകൊണ്ട് പുള്ളി കുറേ സമയമായിട്ട് കുക്ക് ചെയ്ത് അതിൽ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചു. എന്നിട്ട് ഞാൻ ചോദിച്ചു സോസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. എന്തെങ്കിലും മസാലാസോ പൗഡറോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞുണ്ട്, സോസും എന്തൊക്കെയോ പൊടികളൊക്കെ ഇടുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഒരു സമാധാനമായി. അല്ലാതെ ഇതിനെ പച്ചയ്ക്ക് കഴിക്കാൻ പറ്റില്ല. ഞാനും വേദയും കൂടി റീൽസ് എടുക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ നിറയെ റീൽസും ഫോട്ടോസും ഒക്കെ എടുത്തു. ഇതൊക്കെ എവിടെ കിടക്കുന്നുണ്ട്, എൻ്റെ ഫോൺ ഫുൾ സ്റ്റോറേജ് ഫുള്ളായിട്ടുണ്ട് കേട്ടോ. ഇതിനൊക്കെ ഇനി തപ്പിപ്പിടിച്ച് എടുക്കുക എന്നുള്ളത് ഒരു ടാസ്ക്കാണ്. ഇതെല്ലാം ഈ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്ത ശേഷം വേണം കുറേശ്ശെ പുറത്തിറക്കാനായിട്ട് കേട്ടോ.
അങ്ങനെ നമ്മുടെ ഒക്ടോപ്പസ് ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കുറേ നാൾ കൊണ്ടുള്ള ആഗ്രഹം കേട്ടോ ഒക്ടോപ്പസ് ട്രൈ ചെയ്യണമെന്നുള്ളത്. പിന്നെ അതുപോലെ ഒരു സാധനം കൂടെ ഉണ്ടല്ലോ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. ആ സംഭവം ട്രൈ ചെയ്യണമെന്നുണ്ട്, അതിവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ സൂഷി, ഇനി അതാണ് എനിക്ക് ആഗ്രഹം, സൂഷി കഴിക്കണമെന്നുള്ളത്. അത് നമ്മുടെ ട്രിവാൻഡ്രത്തും കിട്ടും കേട്ടോ. പക്ഷേ എനിക്ക് ട്രിവാൻഡ്രത്ത് നമ്മുടെ ആ ഹയാത്തിൽ എവിടെയോ ആണെന്ന് തോന്നുന്നു കേട്ടോ, നല്ല കിട്ടില്ല സൂഷി കിട്ടും. പക്ഷേ എനിക്കൊരു പേടി, അത് പച്ചയ്ക്കുള്ള മീനല്ലേ സൂഷിയിലൊക്കെ വയ്ക്കുന്നത്, അതുകൊണ്ട് എങ്ങനെ ഉണ്ടാവും ഏതാണ് എന്നൊക്കെ ഉള്ളൊരിതിൽ ഞാൻ ഇതുവരെ വാങ്ങിച്ച് കഴിച്ചിട്ടില്ല. ഇനി എന്തായാലും അവിടെ പോയി എനിക്കൊന്ന് ട്രൈ ചെയ്യണം. ട്രിവാൻഡ്രത്ത് അവിടെ നല്ല സൂഷി എന്നാണ് പറയുന്നത് കേട്ടോ, അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യണം. ചീമ കഴിച്ചിട്ടുണ്ട്, അപ്പോൾ ചീമ പറയുന്നത് കുഴപ്പമില്ല, അവരുടെ സോസൊന്നും അത്ര നല്ലതല്ല എന്നൊക്കെയാണ് ചീമ പറയുന്നത്. അറിയില്ല, നമുക്ക് കഴിച്ചാലേ അറിയത്തുള്ളൂ. അപ്പം നമ്മുടെ ഒക്ടോപ്പസും റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പുള്ളി മാക്സിമം നന്നായിട്ട് കുക്ക് ചെയ്ത്, അത് ഓവർ കുക്കായാലും പറ്റത്തില്ല കേട്ടോ, ഭയങ്കര ഹാർഡായിട്ടിരിക്കും. അതുകൊണ്ട് അതിൻ്റെ ഒരു പരുവത്തിന് പുള്ളി നമുക്ക് നന്നായിട്ട് കുക്ക് ചെയ്ത് തന്നു. എന്തോ സോസും കുറേ പൊടിയും മറ്റേ വെള്ള എള്ളാണെന്ന് തോന്നുന്നു കേട്ടോ, അതൊക്കെ ഇട്ട് നന്നായിട്ട് കുക്ക് ചെയ്ത് ക്ലിയർ ചെയ്ത് അവിടെ വെച്ചു. ഏട്ടന് വീഡിയോ എടുക്കാൻ പാകത്തിന് പുള്ളിക്കാരവിടെ വെച്ച് കേട്ടോ. വേദ പിന്നെ പോകുന്ന കടകളിലെല്ലാം ഇതുപോലെ എന്തെങ്കിലും വാങ്ങുമ്പോൾ എല്ലാം ചോപ്പ് സ്റ്റിക്ക് ചോദിച്ചുകൊണ്ട് നടക്കാം കേട്ടോ. വേദയ്ക്ക് ചോപ്പ് സ്റ്റിക്കിൽ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ചോപ്പ് സ്റ്റിക്ക് ചോദിച്ചുകൊണ്ട് നടക്കുകയാണ്. പുള്ളി അത് കുത്തി തിന്നാനുള്ളൊരു ടൂത്ത് പിക്ക് പോലൊരു ഇതാണ് തന്നത്. വേദ പക്ഷേ ചോപ്പ് സ്റ്റിക്കിന് അന്വേഷിച്ച് നടന്നിട്ട് അതിന് ചോപ്പ് സ്റ്റിക്കാക്കി വേദ കഴിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അവൾ കറക്റ്റ് അതിനെടുത്ത് കഴിച്ചു. അത് കണ്ടപ്പോൾ നിനക്ക് കഴിക്കാൻ അറിയുമോ എന്നുള്ളൊരിതായിരുന്നു. അടുത്ത് ഞാനിനി ട്രൈ ചെയ്യണം. വേദ ട്രൈ ചെയ്തപ്പോൾ പറഞ്ഞ് ചെറിയ ഹാർഡാണെന്ന്. എനിക്ക് ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സീരിയസ്ലി പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. സോസിൻ്റെ ഇതൊക്കെ ആയിരിക്കും, ഒക്ടോപ്പസിൻ്റെ ആയിരിക്കില്ല. ഒക്ടോപ്പസിൻ്റെ ഉണ്ട്, പക്ഷെ ആ സോസിൻ്റെയൊക്കെ കുറച്ച് കൂടുതൽ നല്ല മുന്നിട്ട് നിൽക്കുന്നുണ്ട് ആ ടേസ്റ്റ്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വേദ പറഞ്ഞിട്ട് അത്ര ഹാർഡൊന്നും അല്ലായിരുന്നു, അത്യാവശ്യം സോഫ്റ്റ് ആയിരുന്നു. അവർ ഇത്രയും കുക്ക് ചെയ്ത് തന്നില്ലേ, നല്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഒരു ഫ്ലേവറും എരിവും ഒരു മധുരവും ഒരു പുളിപ്പും എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു കിടിലൻ ഫ്ലേവർ കേട്ടോ. ഏട്ടൻ ഒറ്റ പീസ് കഴിച്ചു നോക്കിയുള്ളൂ, ബാക്കി ഫുള്ള് ഞാനും വേദയും കൂടെ കേട്ടോ കഴിച്ചത്. വേദ ഹാർഡെന്ന് പറഞ്ഞെങ്കിലും വേദം കഴിച്ചു കേട്ടോ. വേദയ്ക്ക് ഇഷ്ടമായി, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. പിന്നെ ഒരെണ്ണമൊക്കെ വാങ്ങി കഴിച്ചാൽ മതി, കാരണം ഇത് ചിലപ്പോൾ പണി കിട്ടിയാൽ ഒന്നൊന്നര പണിയായിരിക്കും. അതുകൊണ്ട് ഞാൻ ഒരെണ്ണേ വാങ്ങി കഴിച്ചുള്ളൂ. ഒന്ന് ടേസ്റ്റ് ചെയ്യണം, അത്രയേ ഉള്ളൂ. ഇനി ഇതുപോലെ ഇവിടെ നമുക്ക് തായ്ലൻഡിലോ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് വാങ്ങി കഴിക്കാം. ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് വാങ്ങി കഴിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അവിടെ നിന്ന് നേരെ ഞങ്ങൾ മറ്റേ സ്റ്റിക്കി റൈസ് കഴിച്ചില്ല, അവിടെ നേരെ പുറത്തേക്ക് ഇറങ്ങി തിരിച്ച് അങ്ങോട്ടേക്ക് നടന്നു. അപ്പോൾ സ്റ്റിക്കി റൈസ് അടുത്ത് എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കാമെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പതിയെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഈ റെസ്റ്റോറൻറ്റ് സൈഡിലുള്ള സ്ഥലങ്ങളിൽ ഇരിക്കാൻ പറ്റില്ല, അത് അവരുടെ ടേബിളാണ്, അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇതുപോലെ ഫ്രീ ആയിട്ടുള്ള ഒരു സ്ഥലവും കണ്ടതുമില്ല കേട്ടോ. പിന്നെ അങ്ങനെ ഞങ്ങൾ നടന്ന് പോയി. പിന്നെ ഞാനും വേദം ഗെറ്റ് വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ഫോണിലാണ് ഷൂട്ട് ചെയ്തത്, എന്നിട്ട് ഡൗൺലോഡ് ചെയ്ത് ഞാൻ ലാപ്പിൽ സേവ് ചെയ്തു. ഇപ്പോൾ അത് നോക്കിയപ്പോൾ കാണാനില്ല, ഞാൻ എപ്പോഴും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഗെറ്റ് റെഡിയൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം പോയി. പോട്ടെ, സാരമില്ല. എൻ്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഇന്ന് ഭയങ്കര ലുക്കിലൊക്കെയാണ് വന്നത്. ഫസ്റ്റ് ഡേയിലെ കണ്ണിൻ്റെ മുകളിൽ മാത്രം ഐലൈനറൊക്കെ എഴുതി ഭയങ്കര രസമായിട്ടൊക്കെ വന്നു. അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തതാണ്, പക്ഷേ പോയി കേട്ടോ. നല്ല സ്റ്റൈലിൽ 2 കൊമ്പിൽ നല്ല ക്ലിപ്പൊക്കെ വെച്ച് മുടിയൊക്കെ കെട്ടി നല്ല ഭംഗിക്ക് വന്നതാണ്. ഇട്ടിരുന്ന ടോപ്പ് ചീമയുടെ കേട്ടോ, ടോപ്പും പാൻസും ചീമയുടെ കേട്ടോ. ചീമയുടെ ഞാൻ അടിച്ച് മാറ്റിയതാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ഷേക്ക് എന്ന് പറയുന്നത്, മാംഗോ ഡ്രാഗൺ ഫ്രൂട്ട് ഷേക്ക് കേട്ടോ. പിന്നെ കട്ട് ഫ്രൂട്ട്സും അവരിതുപോലെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഷേക്ക് വാങ്ങിയായിരുന്നു. വേദ കുടിക്കാമെന്നൊക്കെ പറഞ്ഞ് വാങ്ങിയിട്ട് വേദം കുടിച്ചില്ല, ഏട്ടൻ കുടിച്ചില്ല. ഞാൻ തന്നെയാണ് ആ ഒരു ഗ്ലാസ് ഫുള്ള് കുടിച്ചത് കേട്ടോ. പക്ഷേ അത് നല്ലതാണ്, ഒട്ടും വേറെ കെമിക്കൽസ് ഒന്നും ആടാവാത്ത നല്ല തിക്ക് ഷേക്ക്. മാംഗോയുടെയും ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ, പക്ഷേ ഡ്രാഗൺ ഫ്രൂട്ട് തന്നെ എൻ്റെ പേര് ഞാൻ പറഞ്ഞല്ലോ, അത് തന്നെ തോന്നണല്ലേ. എനിക്കെന്തോ ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ, പെട്ടെന്ന് ഇതെല്ലാം കൂടെ ഡബ് ചെയ്ത് ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ ഇതെല്ലാം കഴിച്ച് കുടിച്ചു, അത്യാവശ്യം ടേസ്റ്റ് ചെയ്ത് നമ്മൾ സ്റ്റിക്കി മാംഗോ റൈസ് പാഴ്സലും വാങ്ങി അങ്ങനെ നടക്കുകയാണ്. നമ്മുടെ സ്ട്രീറ്റ് തിരക്ക് കൂടി വരിക കേട്ടോ. ഞങ്ങൾ 8 മണിക്ക് അവിടെ 8:30 ആയപ്പോൾ അവിടെ എത്തി. ചേട്ടൻ 2 മണിക്കൂറോളം കറങ്ങിക്കോളാൻ പറഞ്ഞു. 2 മണിക്കൂറൊക്കെ ആവുന്നതിന് മുന്നേ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഞങ്ങളല്ലാണ്ട് വേറെ അവിടെ നിന്നൊന്നും കഴിച്ചില്ല. റെസ്റ്റോറൻറ്റ്സിലൊക്കെ നിറയെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം നമ്മുടെ ചൈനീസ് മലേഷ്യൻ ടൈപ്പ് ഫുഡൊക്കെയാണ്. അപ്പോൾ ഏട്ടന് ഈ വക സാധനങ്ങളൊന്നും ഇഷ്ടമല്ല, നാടൻ ഫുഡിൻ്റെ ആളാണ്. അപ്പോൾ നമ്മളും അത് കഴിക്കുന്നതായിരിക്കും നമ്മുടെ വയറിന് നല്ലത് എന്ന് കരുതി നമ്മളും പിന്നെ അതിൻ്റെ കൂടെ ഏട്ടനോടൊപ്പം നമ്മളും പോയിട്ടോ. ഏട്ടനാണെങ്കിൽ തവള അന്വേഷിച്ച് നടക്കുകയാണ്, ഇവിടെ എങ്ങും തവളയില്ല. അപ്പോൾ ആക്ച്വലി ഈ സ്ട്രീറ്റിലുണ്ട്, പക്ഷേ ഇപ്പോൾ സീസൺ എല്ലാം തോന്നുന്നു തവളയില്ല എന്ന് പറഞ്ഞു.
പിന്നെ തവളയെ കിട്ടാത്ത വിഷമത്തിൽ ഞങ്ങൾ വളരെ വിഷമത്തോടെ പോയി. അപ്പോൾ ഈ ഒരു സ്ട്രീറ്റിലേക്ക് മോണോറെയിൽ ഉണ്ട് കേട്ടോ. നമ്മൾ എവിടെയാണ് താമസിക്കുന്നത് അവിടെ നിന്ന് ഇവിടേക്ക് മോണോറെയിലുണ്ട്. അങ്ങനെ വേണമെങ്കിൽ വരാം. ടൂർ പാക്കേജ് ആണെങ്കിൽ അവർ ഉറപ്പായിട്ടും അവരുടെ പാക്കേജിൽ ഇതെല്ലാം ഇൻക്ലൂഡ് ആയിരിക്കും. അങ്ങനെയും വരാം. അല്ല നമ്മുടെ ഇഷ്ടത്തിനാണ് വരുന്നതെങ്കിൽ മോണോറെയിലിൽ ബുക്കിറ്റ് പിന്താങ് എന്നാണ് ഈ ഫുഡ് സ്ട്രീറ്റിൻ്റെ പേര്. മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആട്ടോ. മലേഷ്യയിൽ വന്നാൽ വരേണ്ട ഒരു വൈകുന്നേരങ്ങളിലാണ് ഇവിടെ ഓപ്പൺ ആവുന്നത്. ആ സമയം ഒന്ന് ഇരുട്ടിയ ശേഷം വന്നാൽ സൂപ്പറായിരിക്കും കേട്ടോ. എന്നിട്ട് ഞങ്ങൾ ഡ്രൈവർ ചേട്ടനോട് പറഞ്ഞു എവിടെയെങ്കിലും ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് നിർത്താൻ പറഞ്ഞു. പക്ഷേ ആ ചേട്ടനുണ്ടല്ലോ നല്ല കടകളിൽ കൊണ്ടുവന്ന് നിർത്തിത്തരും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച കട നല്ല കടയായിരുന്നു. വൈകുന്നേരം ഞങ്ങളെ ഒരു പാകിസ്ഥാനി റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ കൊണ്ടുവന്നത്. അയ്യോ അടിപൊളി ഫുഡായിരുന്നു. അതേ തീക്കകത്തൊക്കെ ഇട്ട് ചുട്ട് തരുന്ന റൊട്ടി സംഭവങ്ങളൊക്കെ കിട്ടില്ല ടേസ്റ്റായിരുന്നു. നാനൊക്കെ പൂ പോലെ ദോശ പോലെ ഇരുന്ന നാനും ഒരുപാട് വെറൈറ്റി ഫുഡൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഒരു സെറ്റപ്പ് ഉള്ളത് നമുക്ക് ആവശ്യമുള്ള ഫുഡ് പ്ലേറ്റിൽ ഇങ്ങനെ ബൊഫെ പോലെ എടുക്കാം. എടുത്തിട്ട് അതനുസരിച്ച് അവർ റേറ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യാം. അങ്ങനെയൊക്കെയാണ്. അപ്പോഴേക്കും നമ്മുടെ സ്റ്റിക്കി റൈസ് കുറേ സമയമായിട്ടിരുന്ന് വിളിക്കുന്നു, വായോ വായോ, ഞാൻ എപ്പോഴും നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കണു എന്നുള്ള രീതിയിൽ. അപ്പോൾ പിന്നെ ടേസ്റ്റ് ചെയ്തില്ലെങ്കിൽ മോശമില്ല. അതുകൊണ്ട് അവരുടെ പെർമിഷൻ വാങ്ങിയിട്ട് ഞങ്ങൾ സ്റ്റിക്കി റൈസ് ടേസ്റ്റ് ചെയ്യുകയാണ്. ആദ്യം ഞാൻ വെറും റൈസ് മാത്രം കഴിച്ചു. അത് സാധാരണ നമ്മുടെ ചോറ് തന്നെ കുറച്ച് പശ പോലെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് നമ്മുടെ തേങ്ങാപ്പാൽ അതിലേക്ക് ഒഴിച്ച് അങ്ങനെ കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല മധുരമുള്ള തേങ്ങാപ്പാലായിരുന്നു. അതുകൊണ്ടാവും റൈസും തേങ്ങാപ്പാലും എല്ലാം കൂടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മാംഗോയും വെച്ച് കഴിച്ചു. പക്ഷേ മാംഗോയും റൈസും തേങ്ങാപ്പാലും കഴിക്കുന്നതിനെക്കാട്ടി വെറും ചോറും തേങ്ങാപ്പാലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഏട്ടനും ഇഷ്ടമായി. ഏട്ടൻ ഈ വക സാധനങ്ങളൊന്നും ഇഷ്ടമാവണില്ല, പക്ഷേ ഏട്ടനും ഇഷ്ടമായി. അപ്പം ആ സാധനം നല്ലതാണ് എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ഞങ്ങളെ കൂട്ടണ്ട, ഏട്ടനെ കൂട്ടിയാൽ മതിയല്ലോ. സ്റ്റിക്കി റൈസ് അടിപൊളിയായിരുന്നു. ഒന്നുകൂടെ വാങ്ങാനുള്ളതായിരുന്നു എന്ന് പിന്നീട് ഒരു വിഷമം തോന്നി കേട്ടോ. എവിടെയെങ്കിലും അങ്ങനെ കാണാനില്ല. അതുപോലുള്ള ഫുഡ് സ്ട്രീറ്റുകളിലാണ് കൂടുതലും ഈ സ്റ്റിക്കി മാംഗോ റൈസൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു കേട്ടോ. ഇതേ അവിടെ ഒരാളിരുന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടോ. സിഗരറ്റല്ല, അതിനെന്തോ പറയുമല്ലോ, അതിൻ്റെ പേര് ഞാൻ മറന്നു കേട്ടോ. എന്തോ അതിൻ്റെ കിട്ടുന്നില്ല, മറന്നുപോയി. സിഗരറ്റല്ല, അത് ലഹരിയുള്ള സാധനമല്ല കേട്ടോ. അതെന്തോ തന്നെ പറയും. അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തത് 3 നാനും പിന്നെ ഒരു ചിക്കൻ്റെ എന്തോ ഒരു വെറൈറ്റി, അവരുടെ പാകിസ്ഥാനി എന്തോ ഒരു വെറൈറ്റി ഡിഷ് കേട്ടോ. നാനാണെങ്കിൽ ദോശ പോലെ ഇരിക്കുന്നു. നമ്മളിവിടുത്തെ നാനായിരിക്കണം. ആ നാനെടുത്ത് ഒരാൾ അടിച്ചാൽ അവിടെ വീഴും കേട്ടോ. അങ്ങനത്തെ നാനാണ് നമുക്കിവിടെ കിട്ടുന്നത്. പക്ഷേ ഇത് നാനാണോ എന്നോ സംശയിച്ച് പോകുന്ന രീതിയിലുള്ള നാന്. സാധാരണ നാന് നമുക്ക് 2 പീസായിട്ടൊക്കെ അല്ലേ കിട്ടുന്നത്. ഇത് ഒറ്റ പീസ്. ഞാൻ ആ നാന് മുറിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അത്രയ്ക്ക് സോഫ്റ്റാണ്. അതുപോലെ ചിക്കൻ കറിയും സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ്. അപ്പോൾ പോകുന്ന വഴിക്ക്, നമ്മൾ കയറി വരുന്ന വഴിക്ക് ബിരിയാണിയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും പോകുന്നതിന് മുന്നേ ഇവിടുത്തെ ബിരിയാണി ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അത്രയ്ക്ക് നല്ല ഫുഡായിരുന്നു. ഞങ്ങളുടെ വയറ് നിറങ്ങിയിരിക്കുകയായിരുന്നു. ഞാൻ ആ ഷേക്ക് ഫുൾ കുടിച്ചു. ഒരു വലിയ ഗ്ലാസ് നിറച്ചാട്ടോ ഒരു ഷേക്ക് തന്നത്. ആ ഗ്ലാസ് ഷേക്ക് ഫുൾ കുടിച്ചു. സ്റ്റിക്കി റൈസ് എല്ലാം കഴിച്ചു, ഒക്ടോപ്പസ് കഴിച്ചു, എല്ലാം കഴിച്ചു. എനിക്ക് വയറ് നിറങ്ങിയിരുന്നിട്ട് കൂടി ഞാൻ കരുതി നാന് ചെറുതായിരിക്കും എന്നുള്ളത്. പക്ഷേ വലിയ നാനാണ് വന്നത്. ആ നാനും ചിക്കൻ കറിയും സൂപ്പറായിട്ട് ഞാൻ കഴിച്ചു കേട്ടോ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി, വയറ് നിറങ്ങിയിരുന്നിട്ട്. അത്ര നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. അപ്പോൾ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുക്കുന്ന കണ്ടപ്പോൾ അവിടുത്തെ ചേട്ടനാണെങ്കിൽ വേറെ 2 കറികൾ, അവിടുത്തെ സ്പെഷ്യൽ കറികൾ ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊണ്ടുതന്നു കേട്ടോ. ഒരു വെജിറ്റേറിയൻ കറിയും വേറെന്തോ കറിയും. പക്ഷേ ആ 2 കറികളും കൊള്ളില്ലായിരുന്നു, ടേസ്റ്റ് ഇല്ലായിരുന്നു. നമ്മൾ വാങ്ങിയ ചിക്കൻ്റെ, അതിൻ്റെ പേര് ഞാൻ മറന്നു, എന്തോ ഒരു പേരായിരുന്നു, എന്തോ ഒരു ചിക്കൻ കറിയും നാനും സൂപ്പറായിരുന്നു. എക്സ്ട്രാ ഓർഡിനറി എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞില്ല, വയറ് നിറഞ്ഞിരുന്നിട്ട് പോലും അത്രയും കഴിച്ചെങ്കിൽ അത് അത്രയും ടേസ്റ്റുള്ള സാധനമാണ്. ഈ ചിക്കൻ കറി ഒന്നും വേണ്ട കേട്ടോ, അവിടെ ആ നാന് മാത്രം മതി. സൂപ്പർ ടേസ്റ്റായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു. 43 രൂപ 50 പൈസയായി അവിടുത്തെ. നമ്മുടെ നാട്ടിലെ 800 സംതിങ് ആയി കേട്ടോ. അത്രയും പൈസയെല്ലാം പേ ചെയ്ത ശേഷം ഞങ്ങൾ നേരെ നടന്നു റൂമിലേക്ക് ഇനി പോവാണ്. അപ്പോൾ ഫസ്റ്റ് ഡേ വിശേഷം ഇത്രയൊക്കെയാണ്. ഞങ്ങൾ പുത്രജയിൽ പോയി, ഫുഡ് സ്ട്രീറ്റ് കണ്ടു, റൂമിൽ പോയി ഇനി കിടന്ന് ഉറങ്ങുക. രാവിലത്തെ ട്രാവൽ ചെയ്ത ക്ഷീണവും എല്ലാം കൂടി ആകെ ഞങ്ങൾ ക്ഷീണിച്ച് അവശരായിരിക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുത്ത ശേഷം നാളത്തെ വിശേഷം നാളത്തെ വീഡിയോയിൽ കാണിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ടാറ്റാ, ബൈ.